ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് ചിക്കൻ നൂഡിൽസാണ്. ഈ നൂഡിൽസ് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. വളരെ എളുപ്പത്തിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന്. ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് സ്പെഗറ്റിയാണ്. അപ്പോൾ ഇത് ബോയിൽ ചെയ്തെടുക്കണം നമുക്ക് ആദ്യം. അപ്പോൾ ഇതെങ്ങനെ ബോയിൽ ചെയ്യാവുന്നത് നമുക്കറിയാം. അപ്പം വെള്ളം ചൂടായിട്ട് വരുന്നുണ്ട്. ഇത് 200 ഗ്രാം സ്പെഗറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിത് 2 പീസാക്കിയിട്ടാണ് ബോയിൽ ചെയ്യുന്നത്. ഇനി ഇത് മുഴുവനായിട്ടും ബോയിൽ ചെയ്യാവുന്നതാണ്. ഞാൻ 2 പീസാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കുറഞ്ഞ സാൾട്ടും ഓയിൽ കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത് കുക്കാവാൻ കുറഞ്ഞത് ഒരു 10 മിനിറ്റ് വേണ്ടി വരും. ഇത് കുക്കാവാൻ അത്ര ടൈമിനുള്ളിൽ ഇത് കുക്കായി വരും. അപ്പോൾ നമ്മുടെ നൂഡിൽസ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ച കാബേജ്, ക്യാപ്സിക്കം, ഒണിയൻ, ക്യാരറ്റ്, ബീൻസ്, പിന്നെ ഒരു എഗ്ഗ് ചിക്കൻ ബോയിൽ ചെയ്ത് മാറ്റിയതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ എഗ്ഗ് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. എഗ്ഗ് നല്ലതുപോലെ മിക്സാക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. അത് മാറ്റിയതിന് ശേഷം അതേ പാനിൽ തന്നെ നമുക്ക് ഓയിൽ ഒഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾ കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഞാനിതിൽ കാണിച്ചിട്ടില്ല. കട്ടിങ് നമുക്കറിയാം, ക്യാരറ്റ്, ക്യാപ്സിക്കം, കാബേജ് എല്ലാം സ്ലൈസ് ആക്കി തീപ്പെട്ടിക്കൊള്ളി കട്ട് ചെയ്യുന്ന പോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് നൈസാക്കി കട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇത് കൂടുതൽ കുക്കാവേണ്ട ആവശ്യമില്ല. ഇനി കൂടുതൽ കുക്കാവേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഓരോ വെജിറ്റബിൾ വേണ്ട രീതിയിൽ അതും ആദ്യം കുക്ക് ചെയ്തെടുക്കാം. ആദ്യം കേബേജ്, ക്യാപ്സിക്കം എല്ലാം അവസാനം ചേർത്താലും മതി. ഇത് ഞാനെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്നിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സോയാ സോസ് വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ്, സോസുകളെല്ലാം വളരെ കുറച്ചിട്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ടൊമാറ്റോ കെച്ചപ്പ്. അപ്പോൾ ഈ സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പും ഇല്ലാതെയും ഇത് ചെയ്തിട്ട് ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ മിക്സ് ചെയ്ത് ചേർത്ത് കഴിക്കാവുന്നതാണ്. അങ്ങനെയും ചെയ്യാം. ഞാനിതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് കുറച്ച്. ഇനി എഗ്ഗ് കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച നൂഡിൽസ് ഇതിൽ മിക്സ് ചെയ്ത്, അപ്പോൾ ഇത്രയും വളരെ എളുപ്പത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് വൈറ്റ് പെപ്പറും ഒരു നുള്ളു ഷുഗർ കൂടി ചേർത്ത്, സാൾട്ട് എല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ സാൾട്ട് ചേർക്കാം. ഇനി സോയ സോസ് കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ അതും ചേർക്കാം. ഞാൻ സോസെല്ലാം വളരെ കുറച്ചിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ സോസ് കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ കൂടുതൽ ചേർത്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ വെജിറ്റബിളിൻ്റെ കാര്യത്തിൽ വെജിറ്റബിൾ ഇതിൽ സ്പ്രിംഗ് ഓണിയം മറ്റുള്ള അതേപോലുള്ള എല്ലാം വേണം. ഞാനത് ചേർത്തിട്ടില്ല. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലനുസരിച്ചുള്ള വെജിറ്റബിൾ അനുസരിച്ചിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിലാണ് ഞാൻ ചെയ്ത് കാണിച്ചത്. എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റിയാണ്. സ്പൈസി എല്ലാം ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അതേപോലെ തന്നെ ഈ ചാനൽ വീണ്ടും ഞാൻ ഓർമ്മിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.